ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിൽ ജാഗ്രത തുടരുകയാണ്. ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിലാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ദേശത്ത് നിരീക്ഷണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി. ഇതിന്റെ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇപ്പോൾ എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് ഊർജിത നടപടികളുമായിട്ട് മുൻപോട്ട് പോകുന്നത്? ഏതെല്ലാം ജാഗ്രതാ നടപടികളും മുന്നറിയിപ്പും ഒക്കെയാണ് നൽകുന്നത്? പ്രിയ, നിലവിലെ സാഹചര്യത്തിൽ ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ തൃക്കുന്നപ്പുഴയിൽ ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിക്കാണ് വെസ്റ്റ് നൈൽ സ്ഥിരീകരിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഇത് വലിയ അപകടകരമല്ല എന്നാണ് പറയുന്നത്. മസ്തിഷ്ക ജ്വരം പോലെയുള്ള അത്ര ഗുരുതരമായിട്ടുള്ള ഒരു അസുഖമല്ല. ഈ കൊതുകുകളിൽ നിന്നാണ് ഇത് പ്രധാനമായിട്ടും പകരുന്നത്. അതുകൊണ്ട് തന്നെ വീടിന് സമീപത്തുള്ള കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളും അതോടൊപ്പം തന്നെ കൊതുകുകളെയും തന്നെ ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് നശിപ്പിക്കുന്ന പ്രവൃത്തിയിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ ഇത്തരത്തിൽ പനികൾ വ്യാപിക്കുന്നുണ്ടോ അത്തരം പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തായാലും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിലൊരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തവണ ഇത് ആദ്യ കേസാണ്. പക്ഷേ നിലവിൽ ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷമില്ലെന്നും രോഗം പിടിപെട്ട രോഗി തൃപ്തികരമായ ആരോഗ്യനിലയാണ് അദ്ദേഹത്തിൻ്റെതെന്നുമാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയ. ശരി ഷാജാൻ.